ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ടോപ്പില്ല, സ്കേർട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. കുറേ പേര് കമൻറ്റിലിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റേത് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ ഒരു ഭാഗത്ത് നിന്നും ഒന്ന് മടക്കിയിട്ട് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് എന്നുള്ളത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീതി, അതായത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ വീതിയാണ് എടുക്കുന്നത്. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ കുറവ്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കെങ്ങനെയാണ് ഫ്രോക്കിന് മെറ്റീരിയൽ കണക്കാക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും അതൊരു ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് അതിൻ്റെ ഹിപ്പ് ബാൻഡിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഫാബ്രിക്കിൻ്റേത് 15.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ 15 ഇഞ്ച് നമുക്ക് മതിയാവും. 16 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ 1 ഇഞ്ച് ഹിപ്പ് ബാൻഡും കൂടെ വരുമ്പോൾ 16 ഇഞ്ച് ഉണ്ടാവും. പക്ഷേ അത് നമ്മളൊരു ഇത്തിരി പൊങ്ങിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു 16 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ക്രേപ്പാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരറ്റത്തിൽ നിന്ന് 14.5 കറക്റ്റ് ചെയ്തിട്ട് ഒന്നിങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അതേ ലെങ്ത്തിൽ കറക്റ്റ് ചെയ്തിട്ട് താഴെയുള്ള ആ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫോൾഡിങ് ഭാഗം പിന്നെ രണ്ടാക്കിയിട്ടെടുക്കുക, അവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഒരു ലെവലിൽ തന്നെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാനിതിൽ കാണിക്കുന്നില്ല. കോട്ടൻ്റെ ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കോട്ടൻ്റെ ലൈനിങ് നമുക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 13 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കൊന്നും ബാക്കിലേക്കൊന്നും അങ്ങനെ 2 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ടോട്ടൽ വീതി പ്ലീറ്റ് ഇടാനും ഉണ്ടാവും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ജോയിൻ്റ് ചെയ്യാനുള്ള 2 വശവും ഇതിൻ്റെ തന്നെ ഒരു തേര് വശം ഉണ്ടല്ലോ, അതായിരിക്കും. അപ്പോൾ നമുക്കത് നൂലിങ്ങനെ പോരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ താഴെ വശമാണ് നമ്മൾ കട്ട് ചെയ്യുന്ന വശം. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലെ ഭാഗം നമ്മളുടെ ബാൻഡിൻ്റെ ഉള്ളിലേക്കും പോകും. അപ്പോൾ അവിടെ ഒന്നും കാണില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ക്രേപ്പിൻ്റെ ബാലൻസിൽ നിന്ന് നമുക്ക് ബാൻഡിനുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ഒരു 1.25 നമുക്ക് ഒരു ഗ്യാപ്പ് വേണം കേട്ടോ, എങ്കിലും നമുക്ക് ആ 1 ഇഞ്ചുള്ള ഇലാസ്റ്റിക് ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 1.25 ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണമല്ലോ. അപ്പോൾ 1.25 2.5 ഇഞ്ച് വരും. അതിലേക്ക് നമ്മൾ 2 വശത്തും നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പം അങ്ങനെ 1 ഇഞ്ചും കൂടെ കൂട്ടി 3.5 ഇഞ്ചിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്ത്, അതായത് അതിൻ്റെ നീളം എടുക്കുന്നത് അരവണ്ണത്തിലേക്ക് അതിൻ്റെ പകുതിയും കൂടെ കൂട്ടിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 20 ഇഞ്ചാണ് നമ്മളുടെ ഹിപ്പ് റൗണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ പകുതി 10 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 30 ഇഞ്ച് എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയും നമുക്ക് മതിയാവും. എങ്കിലേ നമുക്ക് ആ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ആ ഒരു കറക്റ്റിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. 2 ഇരട്ടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വൃത്തിക്ക് തന്നെ കിട്ടൂല കേട്ടോ. 1.5, അതായത് ഹിപ്പിൻ്റെ അത്രയും എടുക്കുക, അതിൻ്റെ പകുതിയും കൂടെ എക്സ്ട്രാ എടുക്കുക. ഒന്ന് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പകുതിയും കൂടെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു നീളം കറക്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് എടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ് കേട്ടോ. അപ്പോൾ വൈറ്റിൽ വരുന്നത് 1.5 മീറ്ററും
റോസ് കളറിലുള്ളത് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് ആ ഒരു 15 ഇഞ്ചിൽ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നെറ്റ് ഫാബ്രിക് നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വീതി ഉണ്ടാവും, ചിലത് നമുക്ക് കുറവായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് 15 ഇഞ്ചിൽ 3 പീസായിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ഒരു 0.5 എക്സ്ട്രാ എടുക്കാനപ്പോൾ തികയത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് ഒന്ന് വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കണം ലൈനിങ്, എങ്കിലേ നമുക്കത് താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെറ്റ് എടുത്തത് പറയാം. അതാണല്ലോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. 1.5 മീറ്റർ വൈറ്റ് കളറിലുള്ള നെറ്റും 1 മീറ്റർ റോസ് കളറിലുള്ള നെറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ 15 ഇഞ്ചിൽ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റിലുള്ള ഒരു 1.5 മീറ്റർ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് 1.5 മീറ്ററിൽ 2 പീസാണ്. അപ്പോൾ ആ ഒരു 2 പീസ് നമ്മൾ 1/2 മീറ്റർ ആക്കിയിട്ട് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഈ ഒരു 1.5 മീറ്ററിൻ്റെ ഈ ഒരു പീസ് 1/2 മീറ്റർ ആക്കി 3 പീസായിട്ട് കട്ട് ചെയ്യുക, മറ്റേ പീസും അതേപോലെ തന്നെ 3 പീസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് 6 പീസായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു റോസ് കളറിലുള്ളത് 1 മീറ്റർ ആണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു 3 പീസും 2 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും 6 പീസായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? 1 മീറ്റർ വരുന്ന 3 പീസുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 1 മീറ്റർ 1/2 മീറ്റർ വെച്ചിട്ട് 2 പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ 3 പീസും നമ്മൾ 2 പീസാക്കിയിട്ട് എടുക്കുമ്പോൾ ഇത് നമുക്ക് 6 പീസായിട്ട് കിട്ടും. അപ്പോൾ വൈറ്റിലുള്ളതും 6 പീസ് കിട്ടും, റോസും 6 പീസായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വൈറ്റിൽ ഒരു 1.5 മീറ്ററിൻ്റെ ഒരു പീസാണുള്ളത്, അത് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്കേർട്ടിന് 2.5 മീറ്ററാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുത്തിട്ട് ചെയ്യാം. സെക്കൻഡ് ലെയർ നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ടൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ 2 കളറിലുള്ളതായതുകൊണ്ട് നമ്മൾ അതിലുള്ള ഒരു കളറിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതല്ല നമ്മൾ ഒറ്റ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു 2.5 മീറ്ററിൻ്റെ ഒരു പീസ് നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1.5 മീറ്ററിൽ കൊടുക്കുമ്പോൾ അധികം പ്ലീറ്റ് ഒന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് പ്ലീറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ടോപ്പ് പോർഷനിൽ കൊടുക്കുന്നത് നമുക്ക് 6 മീറ്റർ ചുരുക്കിടാനുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 മീറ്ററിലുള്ള 2 പീസ് വരുമ്പോൾ 3 മീറ്ററായി. പിന്നെ നമുക്ക് 1 മീറ്ററിലുള്ള 3 പീസ് ആവുമ്പോൾ അതിലും ഒരു 3 മീറ്റർ, അങ്ങനെ 6 മീറ്റർ നമുക്ക് ടോപ്പിൽ ചുരുക്കിടാനായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു 1.5 മീറ്റർ നമ്മൾ സെക്കൻഡ് ലെയറായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2.5 മീറ്ററാണ് എടുത്തത്. ആ ഒരു 2.5 മീറ്റർ നമ്മൾ പീസാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ചുരുക്കിടാൻ കിട്ടുന്നത്. ഇതിപ്പോൾ വലിയ കുട്ടികളുടേതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും മീറ്റർ കണക്ക് തന്നെ വേണ്ടി വരും. ഇതിപ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സായതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് മീറ്റർ എടുത്ത് കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഓരോ മോഡലിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. താഴെ നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇത്രയും നമ്മൾ കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. 2 മീറ്ററൊക്കെ അതിനായിട്ട് തന്നെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ഇതിൽ നല്ല മാറ്റം ഉണ്ടാവും മോഡലിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മെഷീനിൽ തന്നെ ഫ്രില്ലിട്ടിട്ട് ബാലൻസ് വരുന്നത് ചുരുക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഫ്രോക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെഷീനിൽ തന്നെ ഫ്രില്ലിടുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം ചുരുക്കിട്ടെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും കൂടെ കൂട്ടി യോജിപ്പിച്ച് വെക്കണം. പിന്നെ ഇതാ അതേ സെക്കൻഡ് ലെയർ ഞാനിവിടെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും ജോയിൻ്റ് ചെയ്തെടുക്കണം. കോട്ടൺ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ ആ ഒരു സൈഡ് നമുക്കൊരു 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന്. അപ്പോൾ സ്റ്റിച്ചിങ് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ട് ഇതുപോലെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വശം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒറ്റ തവണ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ് നല്ല വശത്തേക്കാക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഉൾവശത്തേക്കാണ് വരേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തില്ലേ, അതേ സ്ഥാനത്ത് നമുക്ക്
ഏറ്റവും ടോപ്പിൽ വരുന്ന അപ്പോൾ 2 കളറിൽ ഞാൻ നെറ്റ് ജോയിൻ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു ചുരുക്കിയിട്ട് വെച്ചത് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നാലിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉൾവശത്തേക്കായിട്ട് പോവും. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡും കൂടെ യോജിപ്പിച്ചെടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം പിൻകുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ക്രേപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ക്രേപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് കോട്ടൺ ലൈനിങ് ഉള്ള ആ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കണം. അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ എല്ലാം കൂടെ, അതായത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കരുത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കണം. അത്രയൊക്കെയുള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി അങ്ങനെ കാണിച്ചു തന്നോന്ന് മാത്രം. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് കോട്ടൻ്റെ ആ ലൈനിങ് വെച്ച് അതേപോലെ തന്നെ വെച്ചിട്ട് ക്രേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെയിൻ ഏറ്റവും ടോപ്പിലുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനി അതല്ല, എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെയും തയ്യൽ തുമ്പ് ഉൾവശത്തേക്കാക്കിയിട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാൻഡ് നമ്മൾ പുറത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വശങ്ങൾ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം എടുക്കുക. എന്നിട്ടൊന്ന് എല്ലാ ലെയറും കൂടെ കൂട്ടിയിട്ടൊന്ന് പിൻകുത്തി വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 4 ഭാഗത്തും നമ്മൾ പിൻകുത്തി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തതിൽ ഏറ്റവും മുകളിലുള്ളത് ഇത്തിരി നീളം കൂടുതലാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ, ലൂസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ളത് എല്ലാ വശത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു വശത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒരു വശത്ത് നമ്മൾ ചുരുക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് ഇതുപോലെ 4 വശത്തും പിൻകുത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ വശത്തും നമുക്ക് ആ എക്സ്ട്രാ ഉള്ളത് അവിടെ തന്നെ ഒന്ന് ചുരുക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ കഴിയും. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഇലാസ്റ്റിക് വെക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അല്ലാത്തതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ താഴെ വശം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നൂലൊക്കെ ഉണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബാൻഡിൻ്റേത് ഇങ്ങോട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 വശത്തും നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതല്ല നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു വശം നമുക്കിങ്ങനെ എത്ര ആയാലും ശരിയായി കിട്ടൂല. ഇതിപ്പോൾ നമ്മളിങ്ങനെ പിൻകുത്തി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിലും അത് നമുക്ക് ആ ഒരു 4 വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉള്ളത് അവിടെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെ ആയാലും ഉണ്ടാവാതിരിക്കില്ല. നമ്മളെങ്ങനെയൊക്കെ കറക്റ്റിൽ കട്ട് ചെയ്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ ഒരു വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ ആ ഒരു വശത്തേത് ഇങ്ങേ വശത്തേക്ക് മാറിപ്പോരും ഇല്ലേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ആ 4 വശത്തും പിൻകുത്തി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ടത് 20 ഇഞ്ചാണ് ഞാൻ ഹിപ്പ് റൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 20 ഇഞ്ചിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് കുറച്ച് 17 ഇഞ്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പിന്ന് അയച്ചിട്ട് ഇവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഒന്ന് വലിച്ചു കൊടുത്താൽ ഉള്ളിലേക്ക് പൊയ്ക്കോളൂ കേട്ടോ. എന്നിട്ട് ആ ഒരു ഗ്യാപ്പുള്ള ആ ഒരു സ്ഥലം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
അപ്പോൾ അത് ചെയ്യാത്തവരും ഉണ്ട്. അത് ചെയ്യാനാണ് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ മടങ്ങിയൊക്കെ നിൽക്കും, വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒറ്റ സ്റ്റിച്ചിട്ട് കൊടുത്താലും നല്ല വൃത്തിയായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.